നമുക്കിന്ന് എളുപ്പത്തിലൊരു വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കിയാലോ. അതിനായി ഞാൻ 1/4 ഗ്ലാസ് പരിപ്പ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ഒരു 5-6 ചെറിയുള്ളി മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചതിടാം. പിന്നെ ഒരു പച്ചമുളകും പിന്നെ ഒരു 2 മുരിങ്ങാക്കോലും ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പം പരിപ്പ് വേവിച്ച വെള്ളത്തിലേക്ക് തന്നെയാണ് ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പം ഉരുളക്കിഴങ്ങ് ക്യാരറ്റെല്ലാം ഒരു ഏകദേശം 3/4 വേവാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു 5-6 വെണ്ടക്ക മുറിച്ചതിട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി അതും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം തേങ്ങ ഏകദേശം കുറച്ച് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ, അത് ഒന്ന് ചൂടാക്കാം. അപ്പം ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കൊരു 3.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്നിത് വറുത്തെടുക്കാം. അപ്പം തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തേങ്ങയെല്ലാം നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പം സാമ്പാർ കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പം അരപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം. അപ്പോൾ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പം സാമ്പാർ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ സാമ്പാറിന് നമുക്ക് വറവ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂണ് കടുക്, ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പം കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം സദ്യ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.